രാഷ്ട്രീയത്തിലെ ഒരു സൗമ്യ മുഖങ്ങളിലൊന്നാണ് ശശി. വീട്ടിലും അങ്ങനെ തന്നെയാണോ? വീട്ടിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഞാൻ കുറച്ചും കൂടി ഒരു ദേഷ്യം ഒക്കെ വരുന്ന ആളാണ്. സച്ചിയേട്ടൻ കുറച്ചും കൂടി ഒരു വീട്ടിലാണെങ്കിലും അവിടെയാണെങ്കിലും സച്ചിൻ ഭാവമാണെന്നാണ് പറയുകയാണ്. വഴക്കുണ്ടാക്കാറുണ്ടോ? അല്ല, വഴക്ക് കുറവാണ്. കാരണം നമുക്ക് പേഴ്സണലി ഉള്ള ടൈമുകൾ പൊതുവേ അത് രാഷ്ട്രീയ ആളുകൾക്ക് കുറവാണ്. പക്ഷേ നമ്മൾ പരമാവധി കുഞ്ഞിനോടൊപ്പം ആണെങ്കിലും നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു നീതിയാണല്ലോ, അത് കുടുംബത്തിനോടും കുഞ്ഞിനോടും കാണിക്കുന്ന ഒരു നീതിയാണ്. എൻ്റെ വ്യക്തിപരമായി ഞാൻ സമയം ചെലവിടുന്നു എന്ന് പറയുന്നത് ഒരു മോശമായ കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയറായി ചുമതലയേൽക്കുമ്പോൾ നാട് തെല്ലൊരു വിസ്മയത്തോടെയാണ് അതിനെ നോക്കിക്കണ്ടത്. 5 വർഷങ്ങൾ പൂർത്തിയാക്കി രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ആ മേയർ പടിയിറങ്ങാൻ ഒരുങ്ങുകയാണ്. ആ മുഖങ്ങളുടെ ഒന്നും ആവശ്യമില്ല. തിരുവനന്തപുരത്തിൻ്റെ പ്രിയപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രൻ, നമസ്കാരം. നമസ്കാരം. ഗണിതശാസ്ത്രമായിരുന്നു അല്ലേ? അതെ അതെ. ഇപ്പോൾ പക്ഷേ അതല്ല പഠിക്കുന്നത്, ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ് പഠിക്കുന്നത്. ഗണിതശാസ്ത്രത്തിൽ നിന്ന് ഈ ഭരണനിർവഹണം എങ്ങനെ പോകുന്നു? നന്നായി ഭരണം കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു. ഒരു വലിയ ഉത്തരവാദിത്തമാണ് എന്നെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തനം കുട്ടികളുടെ മേഖലയിലും SFI രംഗത്തുമാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ. അവിടെ നിന്ന് ഒരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ ജനപ്രതിനിധിയാകുക, പിന്നെ അതിൻ്റെ അധ്യക്ഷയായി മാറുക എന്ന് പറയുന്നത് വളരെ ഒരു വലിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും ആ പ്രായത്തിൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. 5 വർഷം കഴിഞ്ഞ് പടിയിറങ്ങുമ്പോൾ എങ്ങനെയാണ് 5 വർഷത്തെ തിരിഞ്ഞു നോക്കുന്നത്? എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. അതിൽ ജനങ്ങളുടെ ഒരുപാട് അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് മൂമെൻറ്റ്സ്, ആ മൊമെൻറ്റ്സിലെല്ലാം നമുക്ക് അതിൻ്റെ ഭാഗമാകാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. നമ്മുടെ പ്രായത്തിൽ ഒരുപാട് മുതിർന്ന ആളുകൾ പോലും നമ്മൾ അവർക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ പ്രായം പോലും നോക്കാതെ നമ്മുടെ കാലിൽ വീണ് നന്ദി പറയുന്ന സന്ദർഭങ്ങൾ, അതിപ്പോൾ പറയുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ കണ്ണ് നിറയും. കാരണം നമ്മുടെ അമ്മയുടെ പ്രായമുള്ളവർ, അമ്മൂമ്മയുടെ പ്രായമുള്ളവർ, അവരൊക്കെ നമ്മുടെ ചേർത്ത് നിർത്തിയത് നമുക്ക് അവർക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ എപ്പോഴും എന്ത് തീരുമാനമെടുത്താലും ഞാനതിനെ വിശ്വസിക്കുന്നത്. 21 വയസ്സുള്ള ഒരാൾക്ക് ഒരു കോർപ്പറേഷനെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ആശങ്കയുണ്ടായിരുന്നു, കുറേ ആളുകളുണ്ടായിരുന്നു. അത്തരം ഒരു ആശങ്ക ആയിരിക്കുണ്ടായിരുന്നു? അല്ല, എനിക്ക് ആശങ്കയേക്കാൾ എനിക്കൊരു കൗതുകമായിരുന്നു. സ്വാഭാവികമായിട്ട് ആശങ്കപ്പെടുക എന്നുള്ളതല്ല, എനിക്കൊരു വലിയ ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു ഉത്തരവാദിത്തമല്ല, എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ പ്രവർത്തനമാണ് എപ്പോഴും. അതിൻ്റെ മുന്നിൽ മേയർ നിൽക്കുന്നു എന്നതാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. 2, എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നല്ല കാര്യങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മോശം കാര്യങ്ങളും ഒരു സമൂഹത്തെയാണ് ബാധിക്കുന്നത്. അതായത് യുവജനങ്ങളെ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടി കൂടിയാണ് ഒരുപക്ഷെ ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തിയിൽ നിന്ന് ആരംഭിക്കുന്നത്. ഇപ്പോൾ പലരും ഇതുപോലെയുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ അവതരിപ്പിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സന്തോഷമുണ്ട്. കാരണം അപ്പോഴെങ്കിലും പറയുന്നുണ്ടല്ലോ ഇത് ഇങ്ങനത്തെ ഒരു മോഡലാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമേ ഉള്ളൂ. ഓർക്കുമ്പോൾ കണ്ണു നിറഞ്ഞു പോകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്, നല്ല അനുഭവങ്ങൾ, മോശം അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു നല്ല അനുഭവം ഞാൻ ചോദിച്ചാൽ എന്താ പറയുക? നല്ല അനുഭവം എനിക്കൊന്ന് ഭരണസമിതി ചുമതലയേറ്റ് ഏതാണ്ട് 1 വർഷം ആകുമ്പോൾ സമയത്താണ് നമ്മൾ വിഴിഞ്ഞം തീരദേശ മേഖലയിൽ ഏതാണ്ട് 300-ലധികം വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഫ്ലാറ്റ് നിർമ്മാണം നടത്തി അവരുടെ ജീവിതത്തിനൊരു ഉറപ്പ് നൽകുക എന്നുള്ളൊരു പദ്ധതി ഏറ്റെടുത്തത്. അന്ന് മുഖ്യമന്ത്രിയാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. എനിക്കൊന്ന് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഒരു പദ്ധതി ഏറ്റെടുത്ത് അത് പൂർത്തീകരിക്കുക. പണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു പദ്ധതി പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയ, സ്ഥലം കിട്ടാതെയൊക്കെ മുടങ്ങിപ്പോയ ഒരു പദ്ധതി പൂർത്തീകരിച്ചപ്പോൾ ഞാനതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ പരിശോധിക്കാൻ വേണ്ടി നമ്മൾ 1-2 തവണ അവിടെ പോകും. അപ്പോൾ ഈ ജനങ്ങളാകെ കൂടി നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു ആദ്യത്തെ അനുഭവമാണത്. അവർ എന്നെ കെട്ടിപ്പിടിച്ച്, അതിൽ പല ഉമ്മമാരും പല സാധാരണക്കാരായ ജനങ്ങളും എല്ലാവരും എന്നെ കെട്ടിപ്പിടിച്ച് അവർ പറഞ്ഞു ഇത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞൊരു സന്ദർഭമുണ്ട്. അതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം നമ്മൾ വീട് കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് എനിക്കൊരു പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു കാര്യം ഈ വീടാണ്. വീട് കൊടുക്കാൻ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഭരണസമിതി മുൻഗണന കൊടുത്തൊരു കാര്യം അടച്ചുറപ്പുള്ള വീടുകൾ കൊടുക്കുക എന്നുള്ള കാര്യത്തിലാണ്. അപ്പോൾ ആ വീട് കൊടുക്കാൻ കഴിഞ്ഞ എല്ലാ സന്ദർഭത്തിലും ഒരുപാട് ആളുകൾ കരഞ്ഞുകൊണ്ട് ഞങ്ങളെ പിന്നെ ഇതുപോലെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ തന്ന ആളുകൾ വരെയുണ്ട്. എന്ന് വെച്ചാൽ അത്രയും ജെന്യുവിനായിട്ടുള്ള അവരുടെ ഒരു കണ്ടീഷനാണല്ലോ. നമ്മൾ ഒരു പൊതുവേദിയിൽ കരഞ്ഞുകൊണ്ട് ഒരു ജനപ്രതിനിധിയെ കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത് ആരും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പക്ഷേ ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ നമുക്കിത് മാത്രമേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ. ഇങ്ങനെയുള്ള സ്നേഹം, ഇങ്ങനെയുള്ള കരുതൽ, ഇങ്ങനെയുള്ള അവരുടെ മനസ്സിലൊരു സ്ഥാനം, ഇത് മാത്രമേ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുള്ളൂ എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അറിയാം, നല്ലതുപോലെ തന്നെ മോശമുണ്ടല്ലോ. ഈ 5 വർഷം
പിന്നിടുമ്പോൾ ഏറ്റവും ദുഃഖം തോന്നിയ, ഏറ്റവും സങ്കടം തോന്നിയ ഒരു സംഭവം ഞാൻ ചോദിച്ചാൽ എന്താ പറയുക? അല്ല, സങ്കടം തോന്നിയെന്ന് പറഞ്ഞാൽ ഞാനെപ്പോഴും പ്രതിസന്ധി വരുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആവുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ പൊതുവേ എന്നെ തന്നെ ഞാൻ വിലയിരുത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാനാണെങ്കിൽ നമുക്ക് ഒരുപാട് സന്ദർഭങ്ങളുണ്ടാവും. നമ്മൾ തളരുകയല്ല, അതിൽ നമുക്കെന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അതിനകത്ത് വേറെ വ്യത്യസ്ത അഭിപ്രായമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാത്തപ്പോഴും നമ്മളെ ക്രൂശിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ നിലപാട് പറഞ്ഞ് വളരെ സ്ട്രോങ് ആയി നിൽക്കുക എന്നതാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ, വളരെ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനം കുറച്ച് കാലത്തേതാണെങ്കിൽ പോലും എൻ്റെ സംഘടനാ പ്രവർത്തനത്തിലൂടെയൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ തന്നെ, ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജീവനക്കാർ തൊഴിലെടുക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ തിരുവനന്തപുരം നഗരസഭ. ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് പലരും പല മനുഷ്യരാണല്ലോ, പല രീതിയിലുള്ള ആളുകളാണ്, പല തെറ്റുകളുണ്ടാകും. അത് തിരുത്താനുള്ള ശ്രമം നമ്മൾ നടത്തും. തിരുത്താൻ അവർ തയ്യാറായില്ലെങ്കിൽ മറ്റ് നിയമപരമായ നടപടിയിലേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും കടക്കും. തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ ഒരു ഭരണസമിതി, ആ ഭരണസമിതി ജീവനക്കാർ നടത്തിയ അഴിമതി കണ്ടെത്തി. ആ അഴിമതി പരാതി കൊടുത്തതുപോലും എൻ്റെ പരാതിയാണ്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത, മുഖ്യമന്ത്രിക്ക് കൊടുത്ത, അല്ലെങ്കിൽ വിജിലൻസിന് കൊടുത്ത പരാതിയിലാണ് അന്വേഷണം നടത്തി. വർഷങ്ങൾക്കിപ്പുറം പോലും കേസ് വരെ, ഇപ്പോൾ പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടു. പക്ഷേ ഭരണസമിതിയെ ഒന്നടങ്കം മോശമാക്കുന്ന തരത്തിൽ, മേയറേയും ഡെപ്യൂട്ടി മേയറേയും ഒക്കെ മോശമാകുന്ന തരത്തിൽ ഇപ്പോഴും പല കമൻറ്റുകളും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ പൊങ്കാല, ആറ്റുകാൽ പൊങ്കാലയുടെ ഞാൻ ഏത് പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ താഴെ വരുന്നില്ല. അതൊന്നും വിഷമമുള്ള കാര്യമല്ല. പക്ഷേ ജനങ്ങൾ കുറച്ചുകൂടി തിരിച്ചറിയണം. രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നത് എല്ലാവരും അഴിമതി കാണിക്കുന്ന ആളുകളൊന്നുമല്ല. രാഷ്ട്രീയപരമായി വ്യത്യാസമുണ്ടെങ്കിൽ പോലും മറ്റൊരു മനുഷ്യന് നേരെ നമ്മൾ കൈ ചൂണ്ടുമ്പോൾ അവരുടെ ഭാഗത്ത് ശരിയും തെറ്റുകളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എപ്പോഴും കൈ ചൂണ്ടണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മളും വ്യക്തിപരമായി ആരെങ്കിലും നാളെ ക്രൂശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളും അത് മനസ്സിലാക്കണം. വ്യക്തിപരമായി നമ്മളും അത് മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അക്രമം നേരിടേണ്ടി വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് ആര്യ. അതിനെങ്ങനെയാണ് നേരിട്ടത്? അത് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടോ? വിഷമം? അല്ല, അതിൽ സങ്കടം എന്നുള്ളതല്ല. നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റായ ഒരു പ്രവണതയാണ്. അത് ആര്യ രാജേന്ദ്രൻ എന്നുള്ള വ്യക്തിയല്ല, നാളെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരാളാണ് അങ്ങനെ അതിൻ്റെ ഭാഗമാകുന്നത് എങ്കിൽ പോലും നമ്മളതിൽ ഒരു ശ്രദ്ധ നമ്മൾ സമൂഹം കൊടുക്കേണ്ടത് തന്നെയാണ്. എനിക്ക് വ്യക്തിപരമായ ഇത്തരം അറ്റാക്കുകൾ നേരിടേണ്ടി വന്നപ്പോൾ അതിൽ വിഷമം എന്നുള്ളതല്ല. പക്ഷേ സമൂഹം തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ഒരു വ്യക്തി ഒരു മനുഷ്യത്വരഹിതമായ ഒരു പ്രവർത്തനം നടത്തുന്നത് ശരിയല്ല. നമ്മളെല്ലാം മനുഷ്യന്മാരാണല്ലോ. എനിക്ക് അങ്ങയോട് തോന്നേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന മറ്റൊരാളോട് തോന്നേണ്ടത്, എന്നെപ്പോലെ ഒരു മനുഷ്യനാണത്. മാനുഷികമായ മൂല്യങ്ങൾക്ക് വില കൊടുക്കണം എന്നാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലെൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ പലപ്പോഴും അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ സൗഹൃദങ്ങളെ പലപ്പോഴും അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് എൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ഒരു തടസ്സമേ ആയിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരിക്കലും അതിനെ ചിന്തിച്ചിട്ടുമില്ല. ഇനിയും അറ്റാക്ക് ചെയ്തോളൂ, ഞാനത് അങ്ങനെ തന്നെ നേരിടും. നിങ്ങളിനിയിപ്പോൾ എന്ത് തരത്തിൽ അത്തരത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്താലും, പിന്നെ ഞാൻ കുറേ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിയമപരമായി കൊടുക്കണമെന്ന് തീരുമാനിച്ച് തന്നെ കൊടുത്തതാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നാളെ സമൂഹത്തിൽ ഒരു സ്ത്രീയും അല്ലെങ്കിൽ ഒരു മനുഷ്യനും ഇത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെടരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ 5 വർഷം കഴിയുമ്പോൾ പൂർണ്ണ തൃപ്തിയോടുകൂടിയാണോ പടിയിറങ്ങുന്നത്? അല്ല, അത് ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതിക്ക് അനുസരിച്ച് നമുക്ക് ഒരുപാട് പേരെ സഹായിക്കണം. അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ഒരു ഭരണസമിതിയുടെ തുടർച്ച എന്ന നിലയിൽ അടുത്ത ഭരണസമിതി അതിൻ്റെ ഇടപെടൽ നടത്തും എന്നുള്ളത് കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരാശങ്ക എനിക്കില്ല. ഈ 5 വർഷത്തിന് വേറെ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളുണ്ടായ വർഷങ്ങളാണ്. വിവാഹം, കുഞ്ഞ്. എനിക്ക് ഓർമ്മ വരുന്നത് കോർപ്പറേഷൻ യോഗത്തിന് കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് യോഗത്തിന് വരുന്ന ആര്യയുടെ മുഖമാണ്. എങ്ങനെയാണ് ഈ കുടുംബവും രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും എല്ലാം കൂടി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്? എനിക്കതിൽ ഏറ്റവും പ്രധാനം എൻ്റെ ഹസ്ബൻഡ് MLA കൂടിയാണല്ലോ. അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്നതും ഞാൻ കോഴിക്കോട് പോകുന്നതും അത്ര പെട്ടെന്ന് അങ്ങനെ നടക്കുന്നൊരു കാര്യമല്ല. പക്ഷേ നിയമസഭ ഉള്ളപ്പോഴൊക്കെ അദ്ദേഹം വരാറുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പോകും. എനിക്ക് കുറച്ചുകൂടി ഇപ്പോൾ കുഞ്ഞുകൂടി ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു ദിവസത്തേക്കൊന്നും പോയി വരാൻ കഴിയില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസത്തേക്കൊക്കെ പോയി വരുന്ന ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു വിവാഹത്തിന് മുൻപും ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയവരാണ്. അന്നുണ്ടായിരുന്ന അതേ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോഴും നിലനിർത്താൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എൻ്റെ ജീവിത പങ്കാളിയിൽ കണ്ടിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റി, നീ ഇത്രയും ചെയ്താൽ മതി എന്നല്ല ഒരിക്കലും പറഞ്ഞിട്ടുള്ളത്. നിനക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ്. അത് സച്ചേട്ടൻ മാത്രമല്ല, എൻ്റെ അമ്മയും അച്ഛനും, എൻ്റെ കുഞ്ഞിനെ പൂർണ്ണമായി നോക്കുന്നത് അമ്മയും അച്ഛനുമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും, എനിക്ക് അമ്മയും അച്ഛനും എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊക്കെ അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ സിസേറിയൻ ആയിരുന്നു. എനിക്ക് സിസേറിയൻ കഴിഞ്ഞ് ഏതാണ്ട് ഡിസ്ചാർജ് ആവുന്നതിൻ്റെ അടുത്ത ദിവസം
അതെനിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ടാണ്. അതിൽ ചിലർക്ക് അങ്ങനെ പറ്റണമെന്നില്ല. അഞ്ചാമത്തെ ദിവസം ഡിസ്ചാർജ് ആവുന്ന 6ാമത്തെ ദിവസം തൊട്ട് ഞാൻ കോർപ്പറേഷൻ്റെ ഫയൽ നോക്കുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാൻ കോർപ്പറേഷനിൽ കൗൺസിൽ ചേർന്ന് അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയാണ്. അപ്പോൾ ഇതൊക്കെ സാധ്യമായത് കുടുംബം ഉള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മളെ അങ്ങനെ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ജീവിത പങ്കാളിയോ കുടുംബമോ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ വലിയ സ്ട്രെസ്സിലേക്ക് ആ സമയത്ത് പോകും. നഗരസഭയിൽ ജനങ്ങൾ നൽകിയ പിന്തുണ പോലെ വീട്ടിലൊരു പിന്തുണ ഉള്ളത് കൊണ്ടാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റിയത് എന്നുള്ളത്. CPM രാഷ്ട്രീയത്തിലെ ഒരു സൗമ്യ മുഖങ്ങളിലൊന്നാണ് ശശി. വീട്ടിലും അങ്ങനെ തന്നെയാണോ? വീട്ടിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഞാൻ കുറച്ചും കൂടി ഒരു ദേഷ്യം ഒക്കെ വരുന്ന ആളാണ്. സച്ചിയുടെ കുറച്ചും കൂടി ഒരു വീട്ടിലാണെങ്കിലും അവിടെയാണെങ്കിലും സച്ചിൻ ഭാവമാണെന്നാണ് പറയുകയാണ്. വഴക്കുണ്ടാക്കാറുണ്ടോ? അല്ല, വഴക്ക് കുറവാണ്. കാരണം നമുക്ക് പേഴ്സണലി ഉള്ള ടൈമുകൾ പൊതുവേ അത് രാഷ്ട്രീയ ആളുകൾക്ക് കുറവാണ്. പക്ഷേ നമ്മൾ പരമാവധി കുഞ്ഞിനോടൊപ്പം ആണെങ്കിലും നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു നീതിയാണല്ലോ, അത് കുടുംബത്തിനോടും കുഞ്ഞിനോടും കാണിക്കുന്ന ഒരു നീതിയാണ്. എൻ്റെ വ്യക്തിപരമായി ഞാൻ സമയം ചെലവിടുന്നു എന്ന് പറയുന്നത് ഒരു മോശമായ കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. അതിനുള്ള സമയം വന്നിട്ടില്ല. വെച്ചാൽ രണ്ടിലൊരാൾ കുറച്ചുകൂടി നിൽക്കാൻ കഴിയുമ്പോഴായിരിക്കും കുറച്ചുകൂടി അങ്ങനെയൊക്കെ വരുന്നത്. ഇപ്പം നമുക്ക് ചിലപ്പോൾ ദൈനംദിനമായ ചില കാര്യങ്ങൾ പറയാനൊക്കെ മാത്രമേ സമയം കിട്ടാറുള്ളൂ. പക്ഷേ സൗന്ദര്യപ്പിണക്കങ്ങൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും കാര്യമൊക്കെ പറയുമ്പോൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതങ്ങനെ വലുതായിട്ടുണ്ടാവാറില്ല. പിണങ്ങിയിരിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു സന്ദർഭം കുറവാണ്. അങ്ങനെ പിണങ്ങിയിരിക്കുന്ന ഒരു ഇതൊന്നും അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ചിലപ്പോൾ എൻ്റെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല, സച്ചേറിൻ്റെ അഭിപ്രായം ആയിരിക്കണം എന്നില്ല എനിക്ക്. എങ്കിൽ പോലും അങ്ങനൊരു പിണക്കത്തിലേക്ക് ഇതുവരെയും അങ്ങനെ പോകാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. ഞങ്ങൾ കുറച്ചുകൂടി അതിനെ മെച്ചുവേർഡായിട്ടാണ് കാണുന്നത്. നമുക്ക് അഭിപ്രായം പറയണം. നമുക്ക് നമ്മുടെ പാർട്ട്ണറിനോടാണെങ്കിൽ പോലും എനിക്കൊരു കാര്യം ഇഷ്ടമില്ല എന്ന് തോന്നിയാൽ അത് ഞാൻ പറയാറുണ്ട്, തിരിച്ചും ഇങ്ങോട്ട് പറയാറുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുക, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഭാവിയിൽ പണക്കം വന്നുകൂടാന്നൊന്നുമില്ല. അതൊക്കെ സ്വാഭാവികം. മനുഷ്യ സഹജമായ എല്ലാ കാര്യങ്ങളും ആര്യയ്ക്ക് സച്ചിനും ഉണ്ടാവുമല്ലോ. അതല്ലാതെ ആര്യ സച്ചിന് വ്യത്യസ്തമായ ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ തന്നെയാണ് എന്നെ കാണുന്നത്. സ്വഭാവം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആര്യ മത്സരരംഗത്തുണ്ടാവുമോ? അല്ല, അതൊക്കെ എൻ്റെ പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത്. എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്ന 5 വർഷം മുമ്പ് പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് മാധ്യമങ്ങളാണ് എന്നെ മേയറായിട്ട് പ്രഖ്യാപിച്ചത്. അന്ന് എല്ലാവരും എന്നോട് ചോദിച്ചു മേയറാണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന്. കാരണം എന്നെ സംബന്ധിച്ച് ഒഫീഷ്യലി പാർട്ടി പറയാതെ ആണെന്നോ അല്ലെന്നോ ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ല എന്നാണെങ്കിൽ അന്നാണ് അതിൻ്റെ തീരുമാനം വരിക. അതല്ലാതെ എനിക്ക് സ്വന്തമായി ഞാൻ പാർട്ടി കമ്മിറ്റിയിലൊക്കെ പങ്കെടുക്കുന്ന ആളാണെങ്കിലും അതെല്ലാം പറയേണ്ടത് പാർട്ടിയുടെ നേതാക്കളാണ് പറയേണ്ടത്. ഔദ്യോഗികമായി പാർട്ടിയുടെ പ്രഖ്യാപനം വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് എനിക്ക് അതിലുള്ള മറുപടി. ഇനി ചില അഭ്യൂഹങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും ആര്യ രംഗത്തുണ്ടാവുക. അല്ല, അതെല്ലാം എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തിപരമായി ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ കഴിയില്ല. ഞങ്ങൾ ശീലിച്ചു വന്ന ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതിലെല്ലാം പാർട്ടിയാണ്. പാർട്ടി ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആരാണോ മത്സരിക്കേണ്ടത് അത് പാർട്ടി തീരുമാനിക്കും. പാർട്ടി ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ച് ഏത് ഘടകമാണോ ആലോചിക്കേണ്ടത് ആ ഘടകം ആലോചിച്ച് പാർട്ടി ആ സമയത്ത് പ്രഖ്യാപിക്കും. അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ സൈബർ ഇടങ്ങളിലൊക്കെ ഒരുപാട് ട്രോളുകളൊക്കെ കണ്ടു, സീറ്റില്ലത്രേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പം ഞങ്ങളൊന്നും അങ്ങനെ ഞങ്ങളുടെ സീറ്റ് കിട്ടുക അല്ലെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഒരു പാർലമെൻ്ററി രംഗം മാത്രം കണ്ടുകൊണ്ടല്ല നമ്മൾ ഇടപെടുന്നത്. നമുക്ക് രാഷ്ട്രീയ രംഗം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തനമാണ്. അത് ഏത് മേഖലയിൽ നിന്നാലും നമുക്ക് ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടാമല്ലോ. എന്താ LDFിൻ്റെ പ്രതീക്ഷ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാറ്റൺ കൃത്യമായി കൈമാറുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കൗൺസിലിനെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസം. ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള 5 വർഷം ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജനസമക്ഷം പറഞ്ഞുകൊണ്ട് ഇനി തുടർന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നഗരസഭയുടെ ഭരണസമിതി ഒരു ബാറ്റൺ കൈമാറുന്നത് പോലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു കൗൺസിൽ ചുമതലയേൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അത് ജനങ്ങൾക്ക് നല്ലത് എന്താണ് എന്നുള്ളത് ജനങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും മത്സരരംഗത്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും ആര്യ രാജേന്ദ്രൻ ഈ തിരുവനന്തപുരം നഗരത്തിലുണ്ടാവും. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു.